സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ. സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവീൻ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ. ഹല്ലേലൂയ മിഷൻ കുമ്പനാടിൻ്റെ ആദ്യ സംരംഭമായ അടിയനിത കാസറ്റ് നിങ്ങളുടെ ആശ്വാസത്തിനും അനുഗ്രഹത്തിനും വിടുതലിനുമായി സമർപ്പിക്കുന്നു. ഈ പാട്ടുകൾ ശ്രവിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ ക്രിസ്തുയേശു നിങ്ങളെ സഹായിക്കട്ടെ. ഈ കാസറ്റിൽ പാടിയവർ ജൂണോ എം രാമച്ച, ജീൻ എസ് രാമച്ച. May I request your attention for the following brief testimony before you listen to the songs. ഈ കാസറ്റിലുള്ളതായുള്ള പാട്ടുകൾ ശ്രവിക്കുന്നതിന് മുൻപായിട്ട് ഇതിൽ പറയുന്നതായുള്ള സാക്ഷ്യം ശ്രദ്ധിക്കുവാനായിട്ട് നിങ്ങളെ സദയം ക്ഷണിക്കുന്നു. In 1985, God healed my dad from a serious illness which the doctors suspected to be kidney cancer or kidney TB. കിഡ്നിയുടെ ക്യാൻസർ എന്നും TB എന്നും ഡോക്ടർമാർ സംശയിച്ചതായുള്ള ഒരു ഗുരുതരമായ രോഗത്തിൽ നിന്ന് എൻ്റെ ഡാഡിയെ 1985 കർത്താവ് സൗഖ്യം കൊടുത്തു. It was by fasting and prayer by the believers of Revival Prayer Fellowship Muscat and others that my dad was healed. മസ്കറ്റ് റിവൈവൽ പ്രയർ ഫെലോഷിപ്പിലുള്ളതായുള്ള വിശ്വാസികളുടെയും മറ്റനേക വിശ്വാസികളുടെയും പ്രാർത്ഥനയുടെ ഫലമായി കർത്താവ് ഡാഡിക്ക് സൗഖ്യം നൽകി. When God healed him, he had taken a decision in the presence of God that he would live for him. കർത്താവ് സൗഖ്യം കൊടുത്തപ്പോൾ തുടർന്നുള്ള ആയുസ് കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന് തീരുമാനമെടുത്തു. In the light of the decision taken by my dad, we came down to India from Muscat in the year 1993 and got involved in the ministry of spreading the good news. ആ തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ 1993 നാട്ടിൽ കടന്നു വന്ന കർത്താവിന്റെ ശുശ്രൂഷയിൽ വ്യാപൃതരായി. At that time, I was 12 years of age. ആ സമയത്ത് എനിക്ക് 12 വയസ്സ് പ്രായമായിരുന്നു. For the first time in my life, I got an opportunity to witness about my Jesus in a convention. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കർത്താവിനെ സാക്ഷിപ്പാനായിട്ട് ഒരു കൺവെൻഷനിൽ എനിക്ക് അവസരം ലഭിച്ചു. God worked wonders in the lives of many children and their lives changed. അനേക കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരവും അത്ഭുതവും കാണുവാനായിട്ടിടയായി തീർന്നു. Henceforth, I've got many stages such as conventions, fellowships and church meetings to share the word of God. അതിനുശേഷം അനേക കൺവെൻഷനുകളിലും കൂട്ടായ്മകളിലും സഭായോഗങ്ങളിലും പ്രസംഗിക്കുവാനായിട്ട് കർത്താവ് എനിക്ക് അവസരം ഒരുക്കി തന്നു. Now I'm grateful to God from the bottom of my heart for providing such an opportunity. ഇപ്രകാരം ഒരവസരം ഒരുക്കി തന്നതായ ദൈവത്തിന് ഹൃദയം നിറഞ്ഞതായുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. I sincerely pray that these songs will be a source of blessing, healing, comfort and salvation for many. ഈ പാട്ടുകൾ അനേകർക്ക് വിടുതലും സൗഖ്യവും രക്ഷയുമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. I am equally obliged to all those who have written these wonderful blessed songs and to those who have worked behind to tune these songs for the glory of God. അതോടൊപ്പം തന്നെ അനുഗ്രഹീതമായ ഈ പാട്ടുകൾ രചിച്ചതായുള്ള രചയിതാക്കൾക്കും ഈണം പകർന്നതായുള്ള പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. My special thanks to Peter Uncle's Gals Recording Studio as well. പീറ്റർ അങ്കിളിന്റെ ഗാൽസ് റെക്കോർഡിംഗ് സ്റ്റുഡിയോയോടുള്ള നന്ദിയും പ്രത്യേകാല ഈ അവസരത്തിൽ അറിയിക്കുന്നു.
വാസനയാ സ്വീകരിക്കണമേ എൻ ജീവിതം സൗരഭ്യവാസനയാ ഇഷ്ടമല്ല നാഥ തിരുവിഷ്ടം നിറവേറട്ടെ ഏകുന്നു ഞാൻ സമസ്തം നിൻ കയ്യിൽ സമ്പൂർണ്ണമാ. God desires that every man should receive salvation. എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. It is for this reason that he sent his son Jesus Christ into this world. അതിനായിട്ടത്രേ തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. Christ became a sacrifice for our sins. നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി കർത്താവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. The way to your salvation is simple. രക്ഷയ്ക്കുള്ളതായുള്ള വഴി വളരെ എളുപ്പമാണ്. Let me tell you some verses which may be useful for your salvation and blessing. നിങ്ങളുടെ രക്ഷയ്ക്കും അനുഗ്രഹത്തിനും നിദാനമായി ചില വാക്യങ്ങൾ താഴെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Acts 16 verse 31 says, "Believe on the Lord Jesus Christ and you will be saved, you and your household." അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. John 1 verse 12 says, "To all who received him, who believed in his name, he gave the power to become children of God." യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. Romans 10 verse 9 says, "If you confess with your mouth Jesus is Lord and believe in your heart that God raised him from the dead, you will be saved." റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. Dear brothers and sisters, as we listen to these songs, may I request you to kindly accept Jesus Christ as your personal savior. പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ഈ പാട്ടുകൾ ശ്രമിക്കുന്നതോടൊപ്പം കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാനായിട്ട് ഞാൻ അപേക്ഷിക്കുന്നു. Kindly repeat this prayer of commitment after me. സമർപ്പണത്തിന്റെ ഈ പ്രാർത്ഥന എന്റെ പിന്നാലെ പ്രാർത്ഥിച്ചാലും. Dear Lord Jesus, കർത്താവായ യേശുവേ, I accept you as the Lord and Savior of my life. അങ്ങേ എന്റെ ജീവിതത്തിന്റെ കർത്താവും രക്ഷകനുമായി ഞാൻ സ്വീകരിക്കുന്നു. I believe that you died for me and rose again. അവിടുന്ന് എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്നും ഉയർത്തെഴുന്നേറ്റുവെന്നും ഞാൻ വിശ്വസിക്കുന്നു. Cleanse me with your precious blood. അവിടുത്തെ വലിയ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. In Jesus' name we pray, amen. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം ഉണ്ടായി കേൾക്കണമേ. ആമേൻ. ആരാധിക്കുമ്പോൾ
നയിച്ചിടും ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലോ. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലോ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലോ. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലോ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. How I want to be remembered as a girl who sang a song for Jesus Christ, who was willing to lay down her life and do His will no matter what the price. I am singing for the deaf man who can hear about salvation through my song. I am singing for the blind man who can see the light in me and come along. Live for Jesus, that's what matters, and let all the houses crumble might as strong. Live for Jesus, that's what matters, that He'll see the light in me and come along. There are times when I am tempted to turn off this rugged road I travel on. There are times when I say, Jesus, can't you find another girl to sing your song? But I know it's not that I'm the only one who can sing this melody. He has chosen me to bless me and to lead me into what is best for me. Live for Jesus, that's what matters, and let all of the houses crumble might as strong. Live for Jesus, that's what matters, that He'll see the light in me and come along.
ഈ കാസറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും അനുഗ്രഹവുമായി എങ്കിൽ ഞങ്ങൾക്ക് എഴുതുക. നിങ്ങളുടെ ഭാരപ്പെടുത്തുന്ന ജീവിത പ്രശ്നങ്ങൾ എന്തുതന്നെയായാലും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾക്കായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതാണ്. മിഷൻ സെന്ററിൽ എല്ലാ വ്യാഴാഴ്ചയും 10 മുതൽ 4 വരെ കൗൺസിലിങ്ങും വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ ഐക്യക്രിസ്തീയ ഉപവാസ കൂട്ടായ്മയും നടക്കുന്നു. പ്രാർത്ഥിക്കുക, ഒരുങ്ങുക, കടന്നുവന്ന് അനുഗ്രഹവും വിടുതലും പ്രാപിക്കുക. ഞങ്ങളുടെ വിലാസം: ഹല്ലേലൂയ മിഷൻ സെന്റർ, കുമ്പനാട്, പിൻകോഡ് 689547. ഫോൺ നമ്പർ 0473 662144.